കൃഷ്ണേട്ടാ നമ്മൾ ആ ചായ കുടിക്കാൻ പോണ തോമണ്ടടില്ലേ അത് പിള്ളേർക്ക് പറഞ്ഞു കൊടുത്താൽ ഒരിക്കലും മനസ്സിലാവില്ല. അത് നമുക്ക് ഗൂഗിൾ ലിസ്റ്റുകളെ വലിയ കുഴപ്പമുണ്ട്. അതിനാടാ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ഉള്ളത്. അതൊക്കെ ഭയങ്കര മെനക്കെടല്ലേ കൃഷ്ണേട്ടാ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റണ വല്ല മാർഗ്ഗം. പുതിയ നമ്മുടെ ഗൂഗിൾ മാപ്സിൽ കോൺട്രിബ്യൂട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടടാ. അത് വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് നോക്കാം. നമ്മുടെ ഗൂഗിൾ മാപ്സ് ഓപ്പൺ ചെയ്യാം. താഴെയായി നോക്കി കഴിഞ്ഞാൽ കോൺട്രിബ്യൂട്ട് എന്നുള്ള ഓപ്ഷൻ കാണാം. കോൺട്രിബ്യൂട്ട് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ആഡ് പ്ലേസ് എന്നുള്ള ബട്ടൺ കാണാൻ പറ്റും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾക്ക് പുതിയതായിട്ട് ആഡ് ചെയ്യേണ്ട പ്ലേസിൻ്റെ നെയിം എൻ്റർ ചെയ്യാം. കമ്പനിയുടെ നെയിം ആയിക്കോട്ടെ. ദെൻ കാറ്റഗറി എന്നുള്ള ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ വെച്ചാൽ നമുക്ക് ഏത് കാറ്റഗറിയിൽ പെടുന്ന ബിസിനസ് ആണെന്ന് പറഞ്ഞാൽ അത് ചൂസ് ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെ അഡ്രസ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അഡ്രസ്സിൻ്റെ അറ്റത്തായിട്ട് ഒരു ലൊക്കേഷൻ ബട്ടൺ ഉണ്ട്. അത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ നമ്മൾ ആ ലൊക്കേഷനിലാണ് ഉള്ളെങ്കിൽ ആ ഒരു ലൊക്കേഷൻ്റെ ഇൻഫർമേഷൻ ഓട്ടോമാറ്റിക് ഫെച്ച് ചെയ്യും. ഇല്ലെങ്കിൽ നമുക്ക് മാപ്പിൽ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ദെൻ ആഡ് മോർ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ വെച്ചാൽ നമ്മുടെ ബിസിനസ് അവേഴ്സ് സെറ്റ് ചെയ്യാം. കോൺടാക്റ്റ് വെബ്സൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അബൌട്ടിൽ പോയി കഴിഞ്ഞാൽ ഓപ്പണിംഗ് ഡേറ്റ്, അതായത് നമ്മുടെ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് അതിൽ കൊടുക്കാവുന്നതാണ്. ദെൻ പ്ലേസ് ഫോട്ടോസ്, നമുക്ക് സ്റ്റോർ ഫ്രണ്ട് ഫോട്ടോ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ നെയിം ബോർഡ് വെച്ചിരിക്കുന്ന ഫോട്ടോസ്, അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഫോട്ടോസ്, എക്സ്റ്റീരിയർ ഫോട്ടോസൊക്കെ നമുക്ക് സോഴ്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോസ് എല്ലാം ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യാം. ഗൂഗിൾ അത് വെരിഫൈ ചെയ്തിട്ട് അതൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു തിങ് ആണെങ്കിൽ ആ ലിസ്റ്റിംഗ് ലൈവ് ആവും.